സ്കാ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസിൽ എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കാം എന്നാണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഒരു 10 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ടേപ്പ് ഷോൾഡറിൽ വെച്ചുകൊണ്ട് താഴോട്ട് ഒരു 10 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഈ ഫ്രണ്ടിലെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വലത്തോട്ടൊരു 4.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തണം. ആ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ആ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ നമുക്കൊരു പോയിൻ്റ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഒന്ന് അമർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പാട് വരുമല്ലോ, അവിടെ നമ്മളൊന്ന് ചോക്ക് കൊണ്ടൊരു അടയാളം കൊടുത്താൽ മതി. അകത്ത് ഭാഗത്ത് ചീത്ത വശത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് അവിടെ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇങ്ങനെ അടയാളം കൊടുക്കുന്നത്. ഇനി നമുക്ക് അടയാളം കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിങ്ങനെ ഇവിടെ നിന്ന് താഴോട്ട് 10 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 4.5 ഇഞ്ച് വന്ന അടയാളം പറഞ്ഞത് ഞാൻ. വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ 4 ഇഞ്ച് മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ പ്ലീറ്റ് ഇടേണ്ട ഭാഗമെല്ലാം ഒരു അടയാളം കൊടുക്കാം. താഴത്തെ പ്ലീറ്റ് ഇടുന്നതിന് നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റിന് നേരെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഒരു നോച്ച് കൊടുക്കാം. അതിൻ്റെ താഴ്ഭാഗം ഒരു 1.5 ഇഞ്ച് വീതി വേണം. നമ്മൾ 1.5 ഇഞ്ച് വീതിയിലാണ് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതി മതി. 1/4 ഇഞ്ച് വീതിയിൽ ഇവിടെയും നമുക്ക് ഒരു നോച്ച് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ആ അടയാളപ്പെടുത്തിയ പോയിൻ്റ് കേന്ദ്രമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ആം ഹോളിൽ നിന്ന് താഴോട്ടുള്ള പ്ലീറ്റും കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അപ്പം നമ്മൾ ആ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തിയിടത്തോട്ട് തന്നെ വേണം ഈ ആം ഹോളിൽ നിന്നുള്ളതും പ്ലീറ്റ് പിടിക്കാൻ. എന്നിട്ട് നമുക്ക് ഇവിടെയും ഒരു നോച്ച് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഈ പോയിൻറ്റിൽ നിന്നും 1.25 ഇഞ്ച് നീക്കി ആ ആം ഹോളിൽ നിന്നുള്ള പ്ലീറ്റും ഇത് ഒരു 1.25 ഇഞ്ച് നീക്കി അതും ഈ താഴത്തെ പ്ലീറ്റ് 1 ഇഞ്ച് നീക്കിയും ആ പോയിൻറ്റിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയും വേണം തയ്ച്ച് നിർത്താൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ പോയിൻറ്റിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നമ്മൾ ആ നോച്ച് കൊടുത്ത ഭാഗത്തോട്ട് പിടിക്കണം. പിടിച്ചിട്ട് താഴെ 1.5 ഇഞ്ച് വീതിയിൽ വേണം തുടങ്ങാൻ. 1.5 ഇഞ്ച് വീതിയിൽ തുടങ്ങിയിട്ട് 1.5 ഇഞ്ച് വീതിയിൽ തുടങ്ങി ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കണം. ആ പോയിൻറ്റിൽ നിന്നും 1 ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ സൈഡിലോട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. കണ്ടോ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടി ഞാൻ തിരിച്ച് വെച്ച് ഒന്നുകൂടി തയ്ക്കണം കേട്ടോ. അപ്പോൾ താഴത്തെ പ്ലീറ്റ് നമ്മളിട്ട് ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ നിന്നും ആ നെക്ക് വെട്ടി ആ സൈഡിൽ നെക്ക് കട്ട് ചെയ്തേക്കുന്ന ആ സൈഡിലാണ് നമ്മൾ അടുത്ത പ്ലേറ്റ് ഇടുന്നത്. അത് നമുക്കൊരു 1/4 ഇഞ്ച് വീതി മതി. അതും ആ പോയിൻറ്റിൽ ചേർത്ത് വേണം നമ്മൾ പിടിക്കാൻ. ആ നോച്ച് കൊടുത്ത ഭാഗവും ആ പോയിൻറ്റുമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതൊരു 1/4 ഇഞ്ച് വീതിയിൽ മതി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് വീതിയിൽ നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ആ പോയിൻറ്റിൽ നിന്നും 1.25 ഇഞ്ച് നീങ്ങി നിൽക്കണം പോയിൻറ്റിൽ നിന്നും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ആം ഹോളിൽ നിന്നാണ് പ്ലീറ്റ് ഇടേണ്ടത്. അപ്പോൾ അതും നമുക്ക് ആം ഹോളിൽ നിന്ന് ആ പോയിൻറ്റിലോട്ട് ഇങ്ങനെ പിടിക്കണം. കണ്ടോ, പിടിച്ചിട്ട് അതും ഒരു 1/4 ഇഞ്ച് വീതി മതി. 1/4 ഇഞ്ച് വീതിയിൽ ഒരു 1.25 ഇഞ്ച് 1.25 ഇഞ്ച് അത് നീങ്ങി നിൽക്കുക, കുഴപ്പമില്ല കേട്ടോ. ആ പോയിൻറ്റിൽ നിന്നും 1.25 ഇഞ്ച് നീക്കി നിർത്തി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അതങ്ങനെ നമ്മുടെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് ഫ്രണ്ട് പീസിന് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല കറക്റ്റ് പ്ലീറ്റ് ആയിരിക്കും കേട്ടോ. ഇതേ അളവിൽ ചെയ്താലും ഒരു വ്യത്യാസവുമില്ലാതെ നല്ല ടിപ്പായിട്ടിരിക്കും ഈ പ്ലീറ്റ്. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ